പ്രോക്രിയേറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ലൈറ്റ് എഫക്ട്സ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ബിഫോറാണ്. ആഫ്റ്റർ എങ്ങനെ വരുമെന്ന് നോക്കാം. ദിസ് ഈസ് ആഫ്റ്റർ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ ഫോറസ്റ്റ് ലെയറിന് തൊട്ട് മേലെയായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ബ്ലെൻഡിങ് മോഡ്, ആ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമലിൽ നിന്ന് മാറ്റിയിട്ട് ആഡ് ഓപ്ഷൻ, എയർ ബ്രഷിങ് ഓപ്ഷൻ എടുക്കാം. എയർ ബ്രഷിങ് ഓപ്ഷനിൽ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒപ്പാസിറ്റി കുറച്ചൊരു 8% റേഞ്ചിൽ ഒപ്പാസിറ്റി ആക്കാം. സൈസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഞാൻ 15% യൂസ് ചെയ്യുന്നത്. കളറ്, എൻ്റെ ലൈറ്റ് സോഴ്സിൻ്റെ കളറ് വൈറ്റാണ്. സോ ഞാൻ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റായിട്ടൊരു ലൈറ്റ് എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഫസ്റ്റായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം കളർ ഡ്രോപ്പ് ബ്ലാക്ക് കളർ ആഡ് ചെയ്യുക. ബ്ലെൻഡിങ് മോഡ് ഇസ് നോർമൽ ആൻഡ് ഒപ്പാസിറ്റി നമ്മൾക്കൊരു 65 റേഞ്ചിൽ ഒപ്പാസിറ്റി ആക്കുക. ദെൻ എറേസ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. എറേസ് ഓപ്ഷനിൽ സെയിം ആസ് ബിഫോർ, ഒപ്പാസിറ്റി 6 to 7%. എന്നിട്ട് ആ ലൈറ്റ് സോഴ്സ് ഉള്ള ഏരിയാസിൽ മാത്രമായിട്ട് എറേസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെഫറൻസ് ഇമേജ് അനുസരിച്ച് എത്രത്തോളം ലൈറ്റ് നമുക്ക് വേണോ അത്രത്തോളം ലൊക്കേഷൻസിൽ നമുക്ക് എറേസ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാം. ഈ സൈഡ്സിൽ കുറച്ച് ഡാർക്കായിരിക്കും, അപ്പോഴാണ് നമുക്ക് ആ ഒരു ലൈറ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുക. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതറിയാത്ത ആൾക്കാരായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മോർ വീഡിയോസ് സൂൺ ടു ബി അപ്ലോഡഡ്. താങ്ക് യു.